രാജ്യം മാവോയിസ്റ്റ് മുക്തം, ചുവപ്പ് ഭീകരതയുടെ നിഴൽ നീങ്ങിയെന്ന് അമിത്ഷാ. ഇന്ത്യ മാവോയിസ്റ്റ് ഭീഷണിയിൽ നിന്ന് ഏറെക്കുറെ മുക്തമായതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഇന്ത്യയെ ഏതാണ്ട് പൂർണ്ണമായും മാവോയിസ്റ്റ് ഭീഷണിയിൽ നിന്നും മോചിപ്പിച്ചു. ബസ്തറിൽ മാവോയിസ്റ്റ് ഭീഷണി ഏകദേശം തുടച്ചു നീക്കപ്പെട്ടു. മേഖല ഇപ്പോൾ പുരോഗതിയുടെ പാതയിലാണെന്നും അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞു. മാവോയിസ്റ്റ് ഭീഷണി മാർച്ച് 31 മുമ്പ് തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തിന്റെ മാവോയിസം ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിലാണെന്ന് അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു. ബസ്തറിലെ ഓരോ ഗ്രാമത്തിലും സ്കൂൾ സ്ഥാപിക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ചു. മേഖലയിലെ ഓരോ ഗ്രാമത്തിലും റേഷൻ കടകൾ തുറക്കാൻ നടപടിയെടുത്തു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും സ്ഥാപിച്ചു. ജനങ്ങൾക്ക് ആധാർ കാർഡുകളും റേഷൻ കാർഡുകളും നൽകിയെന്ന് അമിത്ഷാ പറഞ്ഞു. കാലങ്ങളായി ഛത്തീസ്ഗഡ് ഭരിച്ച കോൺഗ്രസ് ഗോത്രവിഭാഗങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പോലും നക്സലുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ടാണ് ബസ്തറിൽ ആദിവാസികളെ കോൺഗ്രസ് സർക്കാരുകൾ അവഗണിച്ചത്? നരേന്ദ്രമോദി രാജ്യത്തെ പാവപ്പെട്ടവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തി. CRPF ജവാന്മാരും ഛത്തീസ്ഗഡ് പോലീസും വിശ്രമമില്ലാതെ പോരാടുന്നു. കഴിഞ്ഞ 12 വർഷമായി മാവോയിസം ഇല്ലാതാക്കാൻ നിരന്തരം പ്രയത്നിക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു. ചുവപ്പ് ഭീകരതയുടെ നിഴൽ പതിഞ്ഞതുകൊണ്ടാണ് ബസ്തറിലെ ജനങ്ങൾ പിന്നിലാക്കപ്പെട്ടത്. അതുകൊണ്ടാണ് വികസനം അവരിലേക്ക് എത്താതിരുന്നത്. ഇന്ന് ആ നിഴൽ നീങ്ങി. മാവോയിസ്റ്റുകൾ ആയുധങ്ങൾ താഴെ വയ്ക്കണം. അങ്ങനെയുള്ളവരെ പുനരധിവസിപ്പിക്കും. ആയുധം ഉപേക്ഷിക്കുന്നവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ആക്രമണത്തിന്റെ വഴി തെരഞ്ഞെടുക്കുന്നവർക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു.